നമസ്കാരം. ജാതി മത വർഗ രാഷ്ട്രീയ സംസ്കാര ഭേദമന്യേ ഇന്ത്യക്കാർ എന്നൊരൊറ്റ വികാരം ഉൾക്കൊള്ളുന്ന പാരമ്പര്യമുള്ള ഇന്ത്യയിൽ കോൺഗ്രസുകാർ നടത്തിക്കൂട്ടുന്നത് ഉളുപ്പില്ലാത്ത പ്രവർത്തികളാണ് ഇപ്പോൾ എന്ന് വേണം പറയാൻ. ഡൽഹിയിൽ ഉച്ചകോടി നടക്കുന്ന ഭാരത മണ്ഡപത്തിൽ അർദ്ധനഗ്നരായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിലായിരുന്നു രാജ്യത്തിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രതിഷേധം. ആഗോള നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ ഭാരത മണ്ഡപത്തിനുള്ളിൽ ഷർട്ട് ധരിക്കാതെയാണ് യൂത്ത് കോൺഗ്രസുകാർ എത്തിയത്. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ദേശീയ താൽപര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 10 പ്രവർത്തകർ കസ്റ്റഡിയിലാണ്. എല്ലാ യൂത്ത് കോൺഗ്രസുകാരും വലയിലാണെന്നും അറസ്റ്റ് നടപടികൾ നടക്കുന്നുണ്ടെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ദില്ലിയിലെ ഭാരത മണ്ഡപം വേദിയായി നടന്ന ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അർദ്ധനഗ്നരായി എത്തിയ പ്രതിഷേധം രാജ്യത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെയും ദേശീയ പ്രതിഷ്ഠയെയും ചോദ്യം ചെയ്യുന്ന ഒരു ഗുരുതര സംഭവമായി മാറിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രതിനിധികളും പങ്കെടുത്ത വേദിയിൽ അതിൽ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ പോലുള്ള പ്രമുഖർ സന്നിഹിതരായിരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ രീതികൾ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്നതാണ് എന്ന വസ്തുതയാണ് യാഥാർത്ഥ്യം. ജനാധിപത്യ രാജ്യത്തിൽ പ്രതിഷേധം ഒരു അവകാശമാണ്. ഭരണകൂടത്തിനെതിരായ അസന്തോഷം പ്രകടിപ്പിക്കാൻ ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം ഉപയോഗിക്കുന്ന രീതി രാജ്യത്തിന്റെ മാനവും സംസ്കാരവും സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കണം. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. പക്ഷെ അതിന്റെ രൂപം രാജ്യത്തെ അപമാനിക്കുന്നതായാൽ അത് ജനാധിപത്യത്തിന്റെ അന്തസ്സിനെയാണ് ദുർബലമാക്കുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പരിപാടികളിൽ നടക്കുന്ന ഓരോ സംഭവവും ലോകം ശ്രദ്ധയോടെ കാണുകയാണ്. അത്തരം വേദിയിൽ അർദ്ധനഗ്ന പ്രതിഷേധം പോലുള്ള നടപടി ഇന്ത്യയെ ഒരു അച്ചടക്കമില്ലാത്ത രാജ്യമായി ചിത്രീകരിക്കാൻ അവസരം നൽകും. ആഭ്യന്തര രാഷ്ട്രീയ തർക്കങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ നാടകീയതയോടെ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഗുണകരമല്ല, മറിച്ച് നാശകരമാണ്. പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ രാജ്യത്തിന്റെ അന്തസ്സിന് മുൻഗണന നൽകേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. അധികാരത്തിനെതിരായ പ്രതിഷേധം നടത്തുമ്പോൾ നിയമപരമായും മാന്യമായും സാംസ്കാരികമായും സ്വീകാര്യമായ മാർഗങ്ങൾ വേണം തിരഞ്ഞെടുക്കേണ്ടത്. പ്രതിഷേധം ശക്തമായിരിക്കാം, കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിൽ ആത്മനിയന്ത്രണവും സാമൂഹിക ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കണം. നിയമങ്ങൾ ലംഘിക്കുകയും പൊതുസമൂഹത്തെ അസ്വസ്ഥരാക്കുകയും രാജ്യത്തിന്റെ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രീതികൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെ മാന്യമായ പ്രതിഷേധങ്ങളുടെ മഹത്തായ പാഠമാണ്. സമാധാനപരമായ സത്യാഗ്രഹം, ശക്തമായ പ്രസ്താവനകൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ ഇവയൊക്കെയാണ് ലോകത്തെ സ്വാധീനിച്ചത്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ജനാധിപത്യ ശക്തി വളർന്നത്. അതിനെ മറന്ന് കേവലം രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പകയേക്കാൾ രാജ്യഹിതത്തെ പിന്നിലേക്ക് തള്ളുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. ലോക നേതാക്കൾ പങ്കെടുത്ത വേദിയിൽ നടക്കുന്ന ഓരോ പ്രവൃത്തിയും ഇന്ത്യയുടെ സംസ്കാരത്തെയും രാഷ്ട്രീയ പക്വതയെയും പ്രതിഫലിപ്പിക്കേണ്ടതാണ്. പ്രതിഷേധം നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതുപോലെ എന്ത് ചിത്രം ലോകത്തിന് മുന്നിൽ സൃഷ്ടിക്കുന്നു എന്ന ചോദ്യവും രാഷ്ട്രീയ പ്രവർത്തകർ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മപരിശോധനയുടെ അവസരമാകണം. പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിലും പ്രതിഷേധ രീതികൾക്ക് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിലും പാർട്ടി നേതൃത്വങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും രാജ്യത്തിന്റെ അന്തസ്സും പ്രതിഷ്ഠയും ഒരുപോലെ കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. രാജ്യത്തെ സ്നേഹിക്കുന്നവരായ ഏവർക്കും ഒരു കാര്യത്തിൽ ഏകകണ്ഠമായിരിക്കണം: രാഷ്ട്രീയ ഭിന്നതകൾ എത്ര കറുത്തതായാലും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ മാനത്തെ കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരിടവുമില്ല എന്ന്. ശക്തമായ പ്രതിഷേധങ്ങൾ ആവശ്യമുണ്ട്, പക്ഷേ അതിനേക്കാൾ ശക്തമായ ദേശീയ ഉത്തരവാദിത്ത ബോധമാണ് രാജ്യത്തെ ഉയർത്തി നിർത്തുന്നത്.